ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഹങ്കർടേൽസ്. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു പായസമാണ്. മലബാർ സൈഡിലൊക്കെ ഇതിന് കായ്ക്കറി എന്ന് പറയും. ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. കീപ് വാച്ചിങ്. ഫസ്റ്റ് നമുക്ക് പിടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതൊന്നും ഇളക്കണ്ട, ജസ്റ്റ് ആ മാവ് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒരു ഹാഫ് മൂടി വെച്ചിട്ട് ഇതിന് മാവ് വേവിക്കാനായിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഹാഫ് കവർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മാവ് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിനെ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടോടെ തന്നെ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പോൾ ബോളാക്കി എടുക്കണമെങ്കിൽ അതുപോലെ ഉരുട്ടിയെടുക്കാം. ഈ ഒരു ഷേപ്പാണ് വേണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. കയ്യിൽ നമ്മൾ പൊടി ഇട്ടിട്ട് വേണം ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പൊടിയിട്ട് ചെയ്യുമ്പോൾ കയ്യിലൊന്നും ഒട്ടൂല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുഞ്ഞായിട്ട് ഉണ്ടാക്കാൻ നോക്കുക, അപ്പോൾ തിന്നാൻ ഭയങ്കര എളുപ്പമായിട്ട് കിട്ടും. ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാരയും ഒരു 5-6 ഏലക്കയിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ 3 കപ്പ് തിന്നായിട്ട് എടുത്ത് വെച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മാവ് ഇട്ട ഉടനെ നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മാവ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നടുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറച്ച് വലിയ പീസസ്, ഭയങ്കര കുഞ്ഞു പീസായിട്ടല്ല, കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഫുള്ളായിട്ട് മൂടരുത്, ഒരു പകുതി മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 പാൽ ഞാൻ ഇവിടെ ഒരു കട്ടി 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ വെള്ളം ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ പഴം വെന്തതിന് ശേഷം മാത്രം 1/4 പാൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കുക. ഇപ്പോൾ ഇതായിട്ടുണ്ട്. കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവറും ഒരു പ്രത്യേക മണമൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴ പായസം റെഡിയായി. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു പായസമാണ്. പലഹാരത്തിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക. ബൈ.